രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ചില പ്രധാന പ്രശ്നങ്ങൾ മാധ്യമങ്ങളും അതുവഴി ജനങ്ങളും മറന്നുപോകും. മറ്റൊന്നുമല്ല, വയനാട് പുനരധിവാസമാണ് വിഷയം. ഇക്കാര്യത്തിൽ ഇതിനു മുമ്പ് പല വീഡിയോകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ദുരന്തമുണ്ടായ ജൂലൈ അവസാനം മുതൽ ഇങ്ങോട്ട് ഇതുവരെയും കേന്ദ്ര സഹായം ലഭിക്കാത്തതിനെക്കുറിച്ചും പ്രത്യേക പാക്കേജിൽ ആവശ്യപ്പെട്ട കേന്ദ്ര സഹായം ലഭിക്കാത്തതിനെക്കുറിച്ചും ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വയനാടിൻ്റെ MP ആയിരുന്ന MP സ്ഥാനം ജയിച്ചതിന് ശേഷം രാജിവെച്ച രാഹുൽ ഗാന്ധിയും പകരം ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ച പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ വന്നെങ്കിലും അതിനുശേഷം കേന്ദ്രം ഇതുവരെയും പുനരധിവാസ പാക്കേജ് സഹായം തരാത്തതിനെക്കുറിച്ച് കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന കാര്യവും പല വീഡിയോകളിൽ ഞങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. കാരണം ഈ വർഷം ഇന്ത്യ എന്ന മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ. 400-ലധികം പേരാണ് മരിച്ചത്. ഇപ്പോഴും കാണാതായവരുടെ സംഖ്യ തുടരുന്നു. തെരച്ചിൽ ഇപ്പോഴും നടക്കും. ഇത്രയും വലിയൊരു ദേശീയ ദുരന്തം കേരളത്തിലുണ്ടായിട്ട്, ഇന്ത്യയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിട്ട് അതിനെ ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിച്ച് സഹായങ്ങൾ നൽകാനോ, എന്നാൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും അടിയന്തര പാക്കേജ് കേരളം ആവശ്യപ്പെട്ട 2000 കോടി രൂപയിലെ ഒരു കാര്യമായ വിഹിതമെങ്കിലും കേരളത്തിന് തരാൻ ഇതുവരെയും കേന്ദ്ര മന്ത്രിസഭ, നരേന്ദ്രമോദി ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ കേന്ദ്രത്തിലും ലോക്സഭയിലും രാജ്യസഭയിലും, അതായത് ഇന്ത്യൻ പാർലമെൻറ്റിലും വിഷയങ്ങൾ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധിക്കോ അല്ലെ കോൺഗ്രസ് നേതൃത്വത്തിനോ വേണ്ടത്ര സാധിച്ചോ? അതോ ഇനി വയനാട്ടിൽ മത്സരിക്കാനിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഇതൊക്കെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം കൂടിയ കേരള മന്ത്രിസഭ പ്രത്യേക പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചത്. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം വയനാട്ടിൽ ദുരന്തമുണ്ടായ ഈ പറയുന്ന മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ബാക്കി ജീവിക്കുന്ന മനുഷ്യ മനസ്സുകൾക്ക് അവർക്ക് വീട് വെക്കാനും മറ്റ് സൗകര്യങ്ങളൊരുക്കാനും മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റും അതേപോലെ കൽപ്പറ്റയ്ക്കടുത്തുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റും ഏറ്റെടുക്കാൻ കേരള മന്ത്രിസഭ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു. നിയമപ്രകാരം, ദുരന്ത നിവാരണ നിയമപ്രകാരം എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കിയതിന് ശേഷം അങ്ങനെ മൊത്തം 127 ഹെക്ടർ പ്രദേശമാണ് ഈ 2 സ്ഥലങ്ങളിൽ ടൗൺഷിപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കേന്ദ്ര സഹായം ആവശ്യമാണ്. ഇന്നലെയും മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും പറഞ്ഞൊരു കാര്യം, കേന്ദ്ര സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല, പ്രത്യേക പാക്കേജ് അത് തരണം, എത്രയും വേഗം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം ആഴ്ചകൾ കഴിഞ്ഞിട്ട് ദുരന്തമുണ്ടായ ആന്ധ്രയിലും തെലങ്കാനയിലും പിന്നെ ഗുജറാത്തിലുമൊക്കെ കോടിക്കണക്കിന് രൂപ അടിയന്തര സഹായം മോദി സർക്കാർ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഇവിടെ മാത്രം തരുന്നില്ല. വയനാട്ടിൽ വന്നിട്ട് പ്രധാനമന്ത്രി തിരിച്ചു പോകുന്നതിന് മുമ്പ് പറഞ്ഞത് എത്രയും വേഗം ഡൽഹിയിലെത്തിയാൽ സഹായം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം മാസം 1 കഴിഞ്ഞു. ദുരന്തം നടന്നിട്ട് 2 മാസത്തിലധികമാകുന്നു. ഇതുവരെയും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പലതവണ ഇടതുപക്ഷ സർക്കാർ, പിണറായി ഗവൺമെൻറ്, ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളും ഈ വിഷയം കേന്ദ്രത്തിൽ ഉന്നയിച്ചു. പക്ഷേ ആർജവത്തോടെ അത് ഉന്നയിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷമായ കോൺഗ്രസോ UDFോ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകം BJPയോ എത്രമാത്രം ആത്മാർത്ഥമായ സഹകരണം അല്ലെങ്കിൽ പ്രയത്നം ചെയ്തു എന്നത് സ്വയം ചോദിക്കേണ്ടതാണ്. ഇവിടെയാണ് ഞങ്ങൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ ഈ ചോദ്യം വീണ്ടും ഉന്നയിക്കുന്നത്, നേരത്തെ ഉന്നയിച്ച അതേ ചോദ്യം. അപ്പോൾ ഇത്രയും സ്ഥലം ഏറ്റെടുക്കാൻ പണം വേണം, കോമ്പൻസേഷൻ കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം, ഭൂമിയുടെ വില കൊടുക്കണം, ഇങ്ങനെ ചിലവുകളുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചത്? അതായത് ഇതുവരെ ഈ
219.2 കോടി രൂപയുടെ അടിയന്തര സഹായമാണ് കേരളം കേന്ദ്രത്തോട് ചോദിച്ചത്. മൊത്തം പുനരധിവാസത്തിന് 2000 കോടി രൂപ ചിലവാകും. പക്ഷേ അടിയന്തരമായിട്ട് 219.2 കോടി രൂപയാണ് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടിട്ട് ആഴ്ചകൾ, മാസങ്ങളാവുന്നത്. ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇത് കൂടാതെ ഈ അടിയന്തര സഹായ ഇത് കൂടാതെ തന്നെ ദുരന്ത നിവാരണ നിധി എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രം കൊടുക്കുന്നുണ്ട്. പ്രത്യേക പാക്കേജ് ഒന്നും തമ്മിൽ ബന്ധമില്ല. ഇത് എല്ലാ വർഷവും കൊടുക്കുന്ന ദുരന്ത നിവാരണ നിധിയാണ്. ആ ദുരന്ത നിവാരണ നിധി പ്രകാരം ഈ വർഷം കേരളത്തിന് 291.2 കോടി രൂപ ലഭിക്കണം. 291.2 കോടി രൂപ. ഇതിൽ ആദ്യ ഗഡുവും 145.6 കോടി രൂപ ഈ അടുത്ത സമയത്ത് ലഭിച്ചിരുന്നു. കിട്ടിയത് നമ്മൾ കിട്ടിയെന്ന് തന്നെ പറയണം. ഈ 291.2 കോടിയിലെ പകുതി 145.6 കോടി കിട്ടി. ബാക്കി കിട്ടാൻ കിടക്കുന്നു. അത് അനുവദിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര പ്രിസർവൻ ഇൻഫർമേഷൻ ബ്യൂറോയിൽ അറിയിപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ മറ്റ് അതിൽ നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടില്ല. ഉടനെ പോകുമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഈ പൂരം കലക്കിയ വിഷയം പ്രധാനപ്പെട്ട വിഷയമാണ്. തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്. അതേപോലെ മറ്റു വിവാദങ്ങൾ, PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളെപ്പറ്റി നടക്കുന്ന അന്വേഷണം, അതിന്മേലുള്ള ചർച്ചകൾ, ഇതൊക്കെ രാഷ്ട്രീയ വിവാദങ്ങളും അതിൽപ്പെടും. പക്ഷെ ഇതിനിടയിൽ വയനാടിനെ പുനരധിവസിപ്പിക്കുന്ന ഈ പ്രത്യേക പാക്കേജിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ അതുവഴി അത് ചർച്ച ചെയ്യാൻ ജനങ്ങളോ തയ്യാറാവാത്തൊരു സാഹചര്യമുണ്ട്. ഇത്രയും വൈകിട്ടും കേന്ദ്ര സഹായം കിട്ടാത്തതിനെപ്പറ്റി ചർച്ചകളില്ല, മാധ്യമ ചർച്ചകളില്ല, അന്തിച്ചർച്ചകളില്ല. ഇപ്പോൾ ഈ പാക്കേജിൽ ടൗൺഷിപ്പുകൾ നിർമ്മിക്കാൻ നേരത്തെയുള്ള നിർദ്ദേശം നടപ്പാക്കാൻ പോകുമ്പോൾ ആ അവസരത്തിലെങ്കിലും കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടേണ്ടതല്ലേ? ഈ വിഷയങ്ങളും മാധ്യമങ്ങൾ ഏറ്റെടുക്കണ്ടേ എന്നാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിന് ചോദിക്കാനുള്ളത്.